OPMന്റെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ആയിരുന്നു സൈത്താമ വേഴ്സസ് ഗാറോ എന്നുള്ള ഫൈറ്റ്. ആ ഫൈറ്റ് കണ്ടിട്ട് ഒരുപാട് പേര് ഇതിന് തുടർന്നുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാണ്ടാണ് നിങ്ങളിത് കാണാൻ വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. ആൻഡ് അതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങളും പിന്നെ അതിന്റെ ടീസ് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഗോഡ്. ആ ഗോഡ് ഭൂമിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നല്ല തീ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇത് ഒറിജിനലായിട്ട് ചെയ്തത് ഒരു ഫാനാണ്. അതെ, ഒരു ഫാനാണ് ഈ മാങ്ക പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ മാങ്കയാണ് നമ്മളിപ്പോ ടെറാ സൈറ്റാമ എന്നുള്ളൊരു മാങ്കയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗോഡ് വേഴ്സസ് സൈറ്റാമ എന്നുള്ളതല്ല, ഇതിലാണ് നടക്കാൻ പോകുന്നത്. സോ സമയം കളയാണ്ട് വീഡിയോ തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ കഥ തുടങ്ങുന്നത് മോൺസ്റ്റർ അസോസിയേഷൻ ആർക്കിന് ശേഷമാണ്. ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഗാറോ വേഴ്സസ് സൈത്താമ. ആ ഫൈറ്റിന് ശേഷമാണ് ഈ കഥ സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് ഈ ഫൈറ്റിന് ശേഷം സൈത്താമ അവന്റെ നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആലോചിക്കുന്നത് ഒരിക്കലും ഒരു സ്ട്രോങ് ഒപ്പോണന്റിനെ അവൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നായിരിക്കും. ആൻഡ് ജനോസിന്റെ കൈയും കാലും എല്ലാം ഡോക്ടർ കുസേണ ശരിയാക്കി കൊടുത്തിട്ടുണ്ടാവും, അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇനി ഗാറോന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാറോ ആ ഫൈറ്റിന് സൈത്താമായിട്ടുള്ള ഫൈറ്റിന് ശേഷം നോർമൽ ലൈഫിലോട്ട് വന്നിട്ടുണ്ടാവും. അവന്റെ ഹെയർ കട്ട് എല്ലാം, അതായത് ചേഞ്ച് ചെയ്ത് ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്ത് പുതിയൊരു ലൈഫിലായിരിക്കും. ആൻഡ് ബാങ്കിന്റെ അണ്ടറിൽ അവന്റെ സ്പിരിച്വൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവൻ. ആൻഡ് ഇനി ഗോഡിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഗോഡ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡയമെൻഷണൽ എൻറ്റിറ്റി ആണ്. ഏതോ ഒരു യൂണിവേഴ്സിലെ ജനനം കൊണ്ട് അത് ഗോഡായി മാറിയിട്ട് ഡസ്റ്റ് ആക്കി കളയാം, ഓരോ യൂണിവേഴ്സിനെയും ഡസ്റ്റ് ആക്കി കളയാൻ പവർഫുൾ ആയിട്ടുള്ള അത്രയും വലിയൊരു എൻറ്റിറ്റിയാണ് ഗോഡ്. ആൻഡ് ഇനി ഗോഡ് ഓരോ യൂണിവേഴ്സിലും ഓരോ ഗ്രഹങ്ങളിലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് അവർക്ക് ഓരോ പവർ കൊടുക്കും. അതിന്റെ എക്സാമ്പിൾ ആയിരുന്നു ഗാറോ. ഗോഡിന് ഓരോ സ്ഥലത്തും അവന്റെ അവതാർ വേണം. അവന്റെ അവതാറായിട്ട് തന്നെ ആ നഗരം മൊത്തം, ആ ഗ്രഹം മൊത്തം നശിപ്പിക്കണം, അതായിരിക്കും ആഗ്രഹം. ആൻഡ് ഗോറോക്ക് ആ പവർ കൊടുത്തത് അതിനായിരിക്കും, ഗാറോന്റെ ആഗ്രഹം അതായിരിക്കും. പക്ഷെ ഇവിടെ സൈത്താമായിട്ടുള്ള ഫൈറ്റിന് പിന്നെ ഗോറോന്റെ മെന്റൽ സ്റ്റെബിലിറ്റിയും കാരണം തന്നെ ഗോഡ് വിചാരിച്ച പോലെ നടന്നിട്ടുണ്ടാവില്ല. ആൻഡ് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ എർത്ത് കാണിക്കും. എർത്തിലാണെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ അസോസിയേഷൻ ആർക്കിന്റെ ആ ഫൈറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നഗരങ്ങളെല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ടാവും. കാരണം അത്രയും ഡാമേജ് ആയിരിക്കും. ഒരുപാട് നഗരങ്ങൾ വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ മോൺസ്റ്റർ ഒന്നും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് തന്നെ പഴയ പോലെ ആയിരിക്കും. പക്ഷെ വേറൊരു ഗ്രഹത്തിൽ കഥയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് സീൻ ഷിഫ്റ്റ് ആവും നേരെ ബാങ്കിന്റെ അടുത്തോട്ട്. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ കാറായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഐ മീൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് കാറ് മുൻപ് അത്രത്തോളം പവർഫുൾ ആണെന്നുണ്ടെങ്കിലും സൈത്താമയുടെ ആ ഫൈറ്റിന് ശേഷം ഗാർ ഒരുപാട് വീക്കർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ നന്നായിട്ട് അടി മേടിച്ചു കൂട്ടും. ആൻഡ് ഇവിടെ ഗാറോ ഭയങ്കര വയർത്ത് കുളിച്ച് നിൽക്കുകയായിരിക്കും ഫൈറ്റ് ചെയ്തിട്ട് ബാങ്കിന്റെ അടുത്ത്. ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ചില്ലായിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് നിൽക്കുകയായിരിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് ഗാറോ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. ഞാനും ഷോക്കായി പോയി. കാരണം ഗാറോ ഇപ്പൊ ഒരു മോൺസ്റ്റർ അല്ലെങ്കിൽ പോലും പക്ഷെ ബാങ്കിന്റെ അടുത്ത് ഇങ്ങനെ അടി മേടിച്ചു കൂട്ടുന്നതൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ആൻഡ് ഇതിനുശേഷം ഗാർ അവിടുന്ന് പോകുമ്പോഴും അവന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അവൻ ഇനി എന്ത് ചെയ്യണമെന്ന്. കാരണം ഓൾറെഡി മോൺസ്റ്റർ ആവാനുള്ള കാര്യങ്ങളെല്ലാം വിട്ട് ഇപ്പൊ ട്രെയിനിങ്ങും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ആൻഡ് ഇനി എന്ത് ഗോളാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഗോൾസ് ആയിരുന്നു ഹീറോസിനെ എല്ലാം തോൽപ്പിച്ചിട്ട് ആബ്സല്യൂട്ട് ഈവിൾ ആവുക. അതെന്തായാലും ഇപ്പൊ നടന്നില്ല. ഇനി അടുത്തത് എന്താണെന്നാണ് ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോഴായിരിക്കും ഗാറോന്റെ കണ്ണില് ഒരു മുട്ട കാണുക. ആ മുട്ട കണ്ടപ്പോ തന്നെ ഗാറുവിന് കാര്യം മനസ്സിലായി, ഇതവനാണ്, ഇതവൻ തന്നെയാണ്, ഇവനാണ് ഒറ്റ പഞ്ചിൽ എന്നെ തോൽപ്പിച്ചതെന്നെല്ലാം ഗാറോക്ക് ഓർമ്മ വന്നു തുടങ്ങും. ആൻഡ് ഗാറോക്ക് ഈ കാര്യങ്ങളെല്ലാം കൺഫേം ആവുന്നത് എങ്ങനെയാണെന്നറിയോ? സൈത്താമയുടെ മുട്ട കണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു മുട്ട? വേറെ ഏതെങ്കിലും അനിമയിൽ കണ്ടിട്ടുണ്ടോ? ആൻഡ് ഇതിന് ശേഷം ഗാറോ സൈത്താമയുടെ പിന്നാലെ കൂടാൻ തുടങ്ങും, സൈത്താമയെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് സൈത്താമയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗെയിം ബൈ ചെയ്യാൻ വേണ്ടി വന്നായിരിക്കും. കാരണം ഈ പേടിക്കാൻ പോകുന്ന ഗെയിമിന്റെ ചീറ്റ് കോഡ് സൈത്താമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ് സൈത്താമ വിചാരിക്കുന്നത്. പക്ഷെ സൈത്താമ എത്രയൊക്കെ മോൺസ്റ്റേഴ്സിനെ തോൽപ്പിച്ചാലും ഗെയിംസിൽ കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഗെയിം മേടിക്കുന്നത്, ഇതിലെങ്കിലും കിങ്ങിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗാറോന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഗാറോ ഇപ്പൊ പണ്ട് ജനോസ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ കാര്യമാണ് ചെയ്യുന്നത്. സൈത്താമയുടെ പിന്നാലെ ഷാഡോ പോലെ നടക്കുക. ആൻഡ് എന്തിനാ പിന്നാലെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും ഭയങ്കര പവർഫുൾ ആവുന്നെല്ലാം വിചാരിച്ചിട്ടാണ് അവന്റെ പിന്നാലെ നടക്കുന്നത്. ആൻഡ് ഇതിന് ശേഷം നമുക്ക് കാണിക്കുന്നത് മിൽക്കി വേയിലുള്ള ഒരുപാട് ദൂരത്തുള്ള ഒരു വേറൊരു ഗ്രഹമാണ്. ആൻഡ് ഈ ഗ്രഹം ഇപ്പോ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഗ്രഹത്തിൽ ഗോഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രഹത്തിലുള്ള വാരിയേഴ്സ് എല്ലാം ചീറ്റാസ് ആണ്. അപ്പൊ ചീറ്റാസ് എല്ലാം ഗോഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഗോഡ് ഒന്ന് കൈ അനക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം ഡസ്റ്റ് ആയി പോകും. ബട്ട് അവിടെ വേറൊരു ചീറ്റകൾ ഉണ്ടാവും. ഇവള് ഭയങ്കര പവർഫുൾ ആയിരിക്കും. പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡിന്റെ ഓരോ അറ്റാക്സും ഡോഡ്ജ് ചെയ്തിട്ട് കുറെ നേരം ഗോഡായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. പക്ഷേ ഗോഡിന് നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവള് മുതിരുമ്പോ തന്നെ ഗോഡ് അവളെ എയറിൽ നിർത്തിയിട്ട് നിലത്തോട്ട് അങ്ങോട്ട് കൈ ഉയർത്തി വലിച്ചെറിയും. ആൻഡ് ഇവള് നിലത്ത് പോയി അതമ്പതിക്കും. ഗെയിം ഓവർ ആവും. ഗെയിം ഓവറായി കാണിക്കുന്നത് നമുക്ക് ആക്ച്വലി സൈത്താമയുടെ ഗെയിം ഓവർ ആയിരിക്കും. ഇപ്പൊ കിങ്ങിനെല്ലാം തോൽപ്പിക്കാൻ പറഞ്ഞൊരു ഗെയിം മേടിച്ചു കൊടുന്നില്ലേ, ആ ഗെയിം തന്നെ കളിക്കാൻ
കളിക്കാൻ പറ്റാണ്ട് അവിടെ ഗെയിം ഓവർ ആയിരിക്കും. അപ്പൊ ആരോ വന്ന് ഡോറിൽ മുട്ടും. ആൻഡ് ജനോസ് പോയി കിങ് ആണെന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോഴായിരിക്കും അവിടെ കിങ് ആയിരിക്കത്തില്ല വന്നത് ഗാറോ ആയിരിക്കും. ആൻഡ് ഗാറോ വന്നിട്ട് പറയും എനിക്ക് സൈതാമയെ കാണുമെന്ന് പറയും. ജനോസ് പറയും കാണാനൊന്നും പറ്റത്തില്ല, സെൻസേനെ നീ വീണ്ടും ശല്യപ്പെടുത്താൻ വേണ്ടി വന്നോണെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോയും ഭയങ്കര ഈഗോ അടിച്ചിട്ട് പറയും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എന്തിനാ വന്നത് ഞാൻ അവനോട് പറഞ്ഞോണ്ടെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് സൈതാമ ആരാ വന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്ന് നോക്കും. വന്നപ്പോൾ ഗാറോനെ കണ്ടപ്പോൾ സൈതാമയും ഷോക്കാവും. ആൻഡ് ഇതിനുശേഷം ജനോസ് പറയും സെൻസേ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ അവനെ അവിടെ എലിമിനേറ്റ് ചെയ്യാന്ന് ജനോസ് സൈതാമയോട് പറയും. ആൻഡ് ഇത് കേട്ട് സൈതാമ എപ്പോഴും പോലെ തന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഗാറോട് നേരിട്ട് ചോദിക്കും നീ ബാങ്കിന്റെ സ്റ്റുഡന്റ് അല്ലേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, നിനക്ക് എന്റെ അടുത്ത് ഇപ്പൊ എന്താ വേണ്ടേ? ആൻഡ് ഇത് കേട്ടിട്ട് ഗാറോ ഭയങ്കര സീരിയസ് ആയിട്ട് പറയും ഞാൻ ലാസ്റ്റ് നിന്റെ അടുത്ത് അടി മേടിച്ചിട്ട് ഞാൻ തിരിച്ച് ഹ്യൂമൺ ആയി ആൻഡ് എന്റെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാണ്ടായി ആൻഡ് എനിക്ക് എന്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കണം, സോ ഗെറ്റ് റെഡി ഫോർ റൗണ്ട് 2 എന്ന് പറയും. ആൻഡ് ഇത് കേട്ടൊരു സൈതാമ പറയും നോ. ആൻഡ് ഇത് കേട്ടൊരു കാർ എന്താ പറയണ്ടെന്ന് അറിയാണ്ട് നിൽക്കും. എന്നിട്ട് ചോദിക്കും എന്താടാ നീ കളിക്കുകയാണോ, എന്താ നിനക്ക് പേടിയാണോ? എന്നിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ചോദിച്ചു നിൽക്കുന്ന ഗാറോ എടുത്ത് സൈതാമ പറയും ബിസി. ആൻഡ് ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഗാറോ അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കും. പോകുന്നതിന്റെ മുന്നേ ഗാറോ സൈതാമക്ക് അവന്റെ മൂസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അവൻ ഇപ്പോഴും ഭയങ്കര പവർഫുൾ ആണെന്നെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൂസ് എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ജനോസിന് ഒരു ഇൻഫർമേഷൻ കിട്ടുക. ആൻഡ് ഈ ഇൻഫർമേഷൻ വേറെ ഏതോ ഒരു ഗ്രഹത്തിലുള്ള ഒരു ജീവി, ഒരു എക്സ്ട്രാ സെലസ്റ്റിയൽ നമ്മുടെ ഭൂമിയിലോട്ട് പ്രവേശിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചോദിക്കും സെൻസേ നമുക്കിപ്പോ പോണോന്ന് ചോദിക്കും. ആൻഡ് സൈതാമ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എപ്പോഴും റെഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോവാന്ന് പറയും. ആൻഡ് ഗാറോയും അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഗാറോയും ഇവരുടെ പിന്നാലെ കൂടും. ആൻഡ് ഇവർ 3 പേരും ആ ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലത്തോട്ട് പോകുമ്പോഴായിരിക്കും അവിടെ ആ ചീറ്റാഗേളിനെ കാണുക. അതെ നമ്മളിപ്പോ മുന്നേ ഒരു ചീറ്റാഗേളിനെ കണ്ടില്ല, അതേ സെയിം ചീറ്റാഗേളിനെ അവിടെ കാണുക. ആൻഡ് ഇവൾ ഇന്റർ ഗാലക്സിക്കുള്ളിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്റ്റോൺ വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക. കാരണം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗോഡായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ആൾക്ക് ഒരു ചാൻസ് ഇല്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ആൻഡ് ഇവളെ കണ്ടപാടെ തന്നെ ഗാറോക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഇവളൊരു മോൺസ്റ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗാറോ അങ്ങോട്ട് പോകാൻ നിൽക്കും. അപ്പൊ തന്നെ സൈതാമ കഴിഞ്ഞിട്ട് പറയും ഇല്ല അവളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയും. ഇതിനുശേഷം ചീറ്റാകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണിക്കും. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആർക്കും ഹാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നേക്കുന്നത്. അവൾ ദൂരെയുള്ള ഒരു പ്ലാനറ്റിൽ നിന്നാണ് വന്നേക്കുന്നത്. അവിടെ അവളുടെ പ്ലാനറ്റിൽ ഒരു ഇൻവേഡർ വന്നിട്ട് ആ പ്ലാനറ്റ് മൊത്തം നശിപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെട്ടു വന്നാണെന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ജനോസ് ചോദിക്കും നീ ഏലിയൻ ആണോ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ചീറ്റകൾ പറയും നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു വലിയ ഇൻവേഡർ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിൽക്കി വേ ഗാലക്സീസിലെല്ലാം പോയിട്ട് ഓരോ ഗാലക്സിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൾട്ടിവേഴ്സിലെ എല്ലാ ഗാലക്സീസിലും അവരുടെ പ്രസൻസ് ഉണ്ട്. അവര് എല്ലാ ഗാലക്സിയിലോട്ടും വരും. ആൻഡ് അവരെ പ്രിഫർ ചെയ്യുന്ന വേർഡാണ് ഗോഡ്. ആൻഡ് ഇവര് ഗോഡ് എന്ന് റെഫർ ചെയ്ത് കേട്ടപ്പോൾ സൈതാമ ആകെ അന്തം വിട്ടിട്ട് ഗോഡോ ചോദിക്കും. ആൻഡ് ഇതിനുശേഷം ഇവള് മൾട്ടിവേഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. മൾട്ടിവേഴ്സ് ഒരുപാട് യൂണിവേഴ്സ് കൂടിയ മൾട്ടിവേഴ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും പോസിബിൾ അല്ല. ഒരു നോർമൽ ഹ്യൂമണോ ഒരു നോർമൽ ആൾക്കോ പറ്റത്തില്ല. കാരണം ഓരോ പാത്വേസും ഓരോ യൂണിവേഴ്സും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പാത്വേസ് ആണ്. ആൻഡ് ആ പാത്വേസിലെല്ലാം ബ്ലാക്ക് ഹോൾസ് ഉണ്ട്. ഈ ബ്ലാക്ക് ഹോൾസിൽ അത്രത്തോളം ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അതിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഗോഡിന് സാധിക്കും. ഗോഡിന് മാത്രമാണ് ഓരോ പാത്വേസിലും കൂടിയിട്ട് ഓരോ യൂണിവേഴ്സിലോട്ട് പോകാൻ പറ്റുന്നത്. ആൻഡ് ഇങ്ങനെ ഓരോ യൂണിവേഴ്സും ട്രാവൽ ചെയ്തിട്ട് അവർ ആ യൂണിവേഴ്സും അവിടെയുള്ള പ്ലാനറ്റ്സ് എല്ലാം അനൈലേറ്റ് ചെയ്ത് കളയുന്നു, അവരെല്ലാം ഇല്ലാണ്ടാക്കി കളയുന്നു. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് സൈതാൻ പറയും നീ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്കൊന്ന് മനസ്സിലായി, ഇയാൾ ഭയങ്കര പവർഫുൾ ആണ്, ഇയാൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇനി ജനോസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജനോസിന് ഇതൊന്നും വിശ്വാസമായി ഉണ്ടാവില്ല, വെളി പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വാസമായി ഉണ്ടാവില്ല. പക്ഷെ അവനെ സർപ്രൈസ് ചെയ്തത് സൈതാം ഇതെല്ലാം വിശ്വസിച്ചെന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ്. ആൻഡ് ഇതിനുശേഷം ചീറ്റകളെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പറയും ഗോഡ് ഓരോ ഗ്രഹങ്ങളും നശിപ്പിക്കുക പോലും അവന് ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മൈൻഡ് വീക്കർ ആണെന്നുണ്ടെങ്കിൽ അവനെ കൺട്രോളിലെടുക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ജയിപ്പിക്കുന്നു പറയും. ലാസ്റ്റ് ഗാറോനെ വെച്ച് ചെയ്യാൻ നോക്കില്ലേ, അതാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ആകാശത്തൊരു ലൈറ്റ് കത്തുന്നതാണ്. ആൻഡ് ആകാശത്ത് ലൈറ്റ് കത്തുന്ന എല്ലാവരും ഗാറോയും സൈതാമയും ചീറ്റകളും എല്ലാവരും ആകാശത്തോട്ട് നോക്കുമ്പോൾ ചീറ്റകൾ പറയും ഇറ്റ്സ് ഹിയർ എന്ന് പറയും. ആൻഡ് ഇതിന് ശേഷം നമുക്കൊരു പാനല് കാണിക്കും. ആ പാനലില് ഗോഡ് എർത്ത് നോക്കിയിട്ട് നമ്മുടെ എർത്ത് നോക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതായി. ആൻഡ് ഭൂമിയിലോട്ട് എൻ്റർ ആവുന്ന ഗോഡ് എങ്ങനെ എൻ്റർ ആവുന്ന അറിയോ? ആ എൻ്റർ ആവുന്ന ഫോഴ്സിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന മലകളെല്ലാം 2 കഷ്ണമായിട്ട്, അവൻ അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല, അവൻ വരുന്ന ഫോഴ്സിൽ തന്നെ ഈ മലകളെല്ലാം 2 കഷ്ണമാണ്. അതിനുശേഷം നമുക്ക് ഈ ഗോഡ് ഇപ്പൊ എത്രത്തോളം ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിൽ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവന്മാര് മണ്ടന്മാരാണ്, അവന്മാർക്ക് ബുദ്ധിയില്ല. കാരണം അത്രത്തോളം റേഡിയേഷൻ കാരണം അവരുടെ ബുദ്ധി നശിച്ചു പോയി, സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നശിച്ചു പോയി. അതുകൊണ്ട് കണ്ണി കാണുന്ന ഏത് ഗ്രഹമാണെങ്കിലും അവർ അത് ഇല്ലാണ്ടാക്കി കളയും. ആൻഡ് ഇങ്ങനെ ഗോഡിന്റെ എൻട്രി അവിടെ സൈഡിൽ നടക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ചീറ്റാഗുകളിനെ കാണിക്കും. ചീറ്റാഗുകൾ ഡയമെൻഷണൽ സ്റ്റോണില്ലേ, ഞാൻ അവൾ ഇങ്ങോട്ട് വന്ന സ്റ്റോണില്ലേ, ആ സ്റ്റോൺ അവള് സൈതാമയ്ക്കും ബാക്കിയുള്ളവർക്കും കാണിച്ചു കൊടുത്തിട്ട് പറയും ഈ സ്റ്റോൺ വെച്ചിട്ട് എനിക്ക് ഏത് ഗ്രഹത്തിലോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാന്നെല്ലാം പറയും. ആൻഡ് ഇതെന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഗോഡ് ഇങ്ങോട്ട് വന്നേക്കുന്നുണ്ട്,
ആ സ്ഥലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവളീ മൾട്ടിവേഴ്സ് ട്രാവൽ അതെന്ന് പറയുന്നല്ല അവർക്ക് 3 പേർക്കൊന്നും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ ഇവർ 3 പേരും അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കും. ഗോഡ് അറൈവ് ചെയ്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കും. ആൻഡ് ചീറ്റകളിന് മനസ്സിലായിട്ടുണ്ടാവും ഈ എർത്തിൽ തന്നെ വൺ ഓഫ് ദ 3 പവർഫുൾ ആയിട്ടുള്ള പേരാണ് എന്റെ മുന്നിൽ, അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാന്ന് ചീറ്റകളും തീരുമാനം എടുക്കും. ആൻഡ് ഇവര് 3 പേരെയും ആ പോർട്ടൽ വെച്ചിട്ട്, ആ സ്റ്റോണിന്റെ പോർട്ടൽ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, ഗോഡുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ആൻഡ് ഗോഡുള്ള സ്ഥലത്ത് എത്തുമ്പോൾ ബാക്കി 3 പേരും ഒരുപാട് എക്സ്പ്രഷൻ കിട്ടും. പക്ഷെ സൈതാമ അപ്പോഴും ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ട് നിൽക്കായിരിക്കും. ആൻഡ് ഇവര് 4 പേരും ആ സ്ഥലത്തിലെത്തിയിട്ട് അവരൊന്ന് മുകളിലോട്ട് നോക്കുമ്പോഴായിരിക്കും അവിടെ ഉണ്ടായിരുന്ന മലകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് ചോദിക്കും എന്താ അവിടെ സംഭവിച്ചെന്ന് ചോദിക്കും. ആൻഡ് അപ്പൊ 4 പേർക്കും എയർ പ്രഷർ കാരണം തന്നെ അവരുടെ അടുത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നും. ആൻഡ് എന്താണ് ഈ എയർ പ്രഷർ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടെ കാണിക്കുക ഒരു വലിയ എയർ പ്രഷറിലൂടെ ഗോഡ് അവരുടെ മുന്നോട്ട് വരുന്നത്. ആൻഡ് വരുന്നത് ഒരു സാധാരണ എൻട്രി അല്ല. മുന്നിലുണ്ടായിരുന്ന മലകളും ഭൂമി തന്നെ പിളർന്ന് 2 കഷ്ണമാക്കിയിട്ടാണ് ഗോഡ് എൻട്രി ചെയ്യുന്നത്. ആൻഡ് ഈ എൻട്രി കണ്ടിട്ട് ഗാറോ എന്നെ പേടിച്ചിട്ട് ചോദിക്കും ഇതൊരു എന്ത് എൻട്രി ആടാന്ന്. പക്ഷെ സൈത്താമ കാര്യം മനസ്സിലാക്കിയിട്ട് അവന്റെ പഞ്ചിന് റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ ഫൈറ്റിന് ആദ്യം പോകുന്നത് ഗാറോ ആയിരിക്കും. ഗാറോ അവന്റെ ഫ്ലോയിങ് വാട്ടർ സ്മാഷിങ് റോക്ക് ഫിസ്റ്റ് എടുത്തിട്ട് അറ്റാക്ക് ചെയ്യും. പക്ഷെ അറ്റാക്ക് ചെയ്യുന്നത് ഗോഡിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. ഗോഡ് ഈസി ആയിട്ട് ആ അറ്റാക്ക് ഡോഡ്ജ് ചെയ്യും. ഗാറോ എത്ര സ്പീഡാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നില്ലേ. പക്ഷെ ഗോഡ് അവിടെ അത്രയും സ്പീഡായിരിക്കും. ഇനി ജനോസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ജനോസ് അവന്റെ പവർ മാക്സ് എടുത്ത് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഗോഡ് ഇതിനെതിരായിട്ടൊരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ജനോസിന്റെ അറ്റാക്കിനെ വെട്ടിച്ചുകൊണ്ട് ഗോഡിന്റെ അറ്റാക്ക് നേരെ ജനോസിന്റെ മേത്തോട്ട് വരും. ആൻഡ് ഈ ചീറ്റകളാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാണ്ട് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും. ആൻഡ് ജനോസിന്റെ മേത്തോട്ട് വന്ന ആ അറ്റാക്ക് അവിടെ നേരെ സൈത്താമ കയറി നിന്നിട്ട് ഡിഫ്ലക്ട് ചെയ്തിട്ട് അത് തടുത്ത് കളയും. കാരണം ഈ അറ്റാക്ക് എന്തായാലും കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനോസ് അവിടെ ചത്തു വരുന്നു. അത്രയും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു. ആൻഡ് ഗോഡ് വിടില്ല. സൈത്താമ ജനോസിനെ എടുത്തിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറിപ്പോയിട്ടാവും. ഗോഡ് അങ്ങോട്ട് ചെല്ലും നേരെ. ആൻഡ് ഇവിടെ വീണ്ടും ഗോഡ് ഒരു അറ്റാക്ക് ജനോസിന്റെ മേത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കും. ആൻഡ് ജനോസിന്റെ മേത്ത് അത്രയും വലിയൊരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇതിൽ നിന്ന് വീണ്ടും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈത്താം മുന്നിൽ കയറി നിൽക്കും. ആൻഡ് സൈത്താം ദൂരെ പോയിട്ട് ഒരു മലയിൽ പോയിട്ട് വീഴും. ആൻഡ് സൈത്താം അങ്ങനെ ദൂരം പോയത് കണ്ടിട്ട് ജനോസ് സൻസേന്ന് വിളിച്ച് അലറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇവിടം കൊണ്ട് നിർത്തുന്നുണ്ടാവില്ല ഗോഡ് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ അറ്റാക്ക് നേരെ ജനോസിന്റെ മേത്തോട്ട് അങ്ങോട്ട് ചെയ്യും. അറ്റാക്ക് എന്ന് പറയുമ്പോൾ അടിച്ചൊന്നുണ്ടാവില്ല, ജസ്റ്റ് ഗോഡിന്റെ കൈ ഉയർത്തിയിട്ട് ഒന്ന് കാറ്റാടി വീശുന്ന പോലെ ഒന്ന് വീശി ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ ഡിസ്ട്രക്ട് ആയി പോകും അവിടെ ഉണ്ടായിരുന്ന സ്ഥലം മൊത്തം. ആൻഡ് ഇത് കണ്ടിട്ട് ഗാറോ ഷോക്കായി നിൽക്കും. ഇവൻ ഒറ്റ കൈ വീശിയതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ഡിസ്ട്രക്ട് ആയെന്ന് ആലോചിച്ചിട്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് ജനോസിനെ കാണിക്കും. ജനോസ് ഒരു വിധത്തിൽ ചത്ത് പോയിണ്ടാവും, അതായത് ഓൾമോസ്റ്റ് ചത്തുണ്ടാവും. ആൻഡ് ഇതിനുശേഷം ഗോഡ് പെട്ടെന്ന് തന്നെ ഗാറോയെ നോക്കും. ഗാറോയെ നോക്കിയതിനു ശേഷം ഗാറോ വല്ലാണ്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആൻഡ് പെട്ടെന്ന് തന്നെ സ്ഥലമെല്ലാം മാറിയിട്ട് ഗോറൊരു സ്ഥലത്ത് നേക്കഡായി നിൽക്കുന്ന പോലെ ഗോറോക്ക് തോന്നും. ആൻഡ് ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഗോഡ് ഗാറോയോട് പറയും നീ ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ഒരുപാട് പവേഴ്സിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ട പവർ എല്ലാം ഞാൻ നിനക്ക് വീണ്ടും തരാം. ഒറ്റ കണ്ടീഷൻ, ഈ പ്ലാനറ്റ് നീ ഇന്ന് ഇവിടെ എല്ലാരെയും നീ നശിപ്പിക്കണം എന്ന് പറയും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ഗോഡ് കണ്ടിന്യൂ ചെയ്തിട്ട് പറയും നീ ആദ്യത്തെ ആളല്ല ഞാൻ ഇങ്ങനെ പവർ കൊടുക്കുന്നത്, ഞാൻ ഒരുപാട് പേർക്ക് പവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഈ പ്ലാനറ്റിന് ഒരു ഹാമും ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്ലാനറ്റ് ഡെസ്ട്രോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഫെയിൽ ആയി പോയി. ഇതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആൻഡ് ഇതിനുശേഷം വീണ്ടും ഗോഡ് കണ്ടിന്യൂ ചെയ്ത് പറയും ഞാൻ തരുന്ന ഈ ഓഫർ നീ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എല്ലാരേക്കാളും എബവ് ആയിരിക്കും എക്സെപ്റ്റ് ഗോഡ് അടിച്ച് നീ എല്ലാരേക്കാളും എബവ് ആയിരിക്കും എന്ന് പറയും. and ഇതെല്ലാം കേട്ടിട്ട് ഗാർ ഒന്ന് ചിരിക്കാൻ തുടങ്ങും. കാരണം അവൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വന്നു തുടങ്ങും, പഴയ എല്ലാ കാര്യങ്ങളും, പവറിന് വേണ്ടിയിട്ട് മുന്നേ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും, അതുകൊണ്ട് അവനുണ്ടായ നഷ്ടങ്ങളും ആൻഡ് ലാസ്റ്റ് ഉണ്ടായ ഫൈറ്റും എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വന്നുകൊണ്ട് തുടങ്ങും. ആൻഡ് ഇതുകൊണ്ട് തന്നെ ഗാറോ അലറി വിളിച്ച് പറയും ഞാൻ ഒട്ടും ഇൻട്രസ്റ്റ് അല്ല, നീ ഇവിടുന്ന് വേഗം പൊക്കോന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ഗോഡ് ഫ്യൂളിഷ് ഹ്യൂമൻ എന്ന് പറയും. ആൻഡ് ഇതിന് ശേഷം ഇവർ രണ്ടുപേരും ഫൈറ്റ് എടുക്കാൻ വേണ്ടി സ്റ്റാൻഡ് ചെയ്യും. ആൻഡ് ഇവിടെ ചീറ്റാഗേളിനെ കാണിക്കും. ഇവളെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഒരു കാര്യം അറിയത്തില്ല. അവളുടെ പ്ലാന്റ് തന്നെ ഇല്ലാണ്ടായി. ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് മലമറിക്കാനാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ അവളുടെ പറച്ചിലും ഡയലോഗൊക്കെ വലിയ അധികമാണ്. ഭയങ്കര കാര്യത്തിൽ പറയും രണ്ടുപേരും ഓൾറെഡി തോറ്റു കഴിഞ്ഞു, എനിക്ക് എന്തായാലും ഇതിപ്പോ തന്നെ ഫിനിഷ് ചെയ്യണമെന്ന്. മൊത്തം പ്ലാനറ്റ് പൊടിഞ്ഞു പോയെങ്കിലും കോൺഫിഡൻസിന് ഒരു കുറവില്ല. ആൻഡ് ഇവളും ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഗോഡിന്റെ അടുത്തോട്ട് ചെല്ലാൻ നിൽക്കും. ഗോഡിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു പാനൽ കാണിക്കാം. ആൻഡ് ഈ പാനൽ ഇപ്പൊ എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ചില പാനൽസ് ഒക്കെ അത്രയും കിടിലം, ചില പാനൽസ് ഒക്കെ ഇതുപോലെ. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആൻഡ് ഇവളും ഫൈറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. ആൻഡ് ഇവള് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഗാറോ ഓൾറെഡി അവിടെ ഫൈറ്റിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കായിരിക്കും. ഗാറോ പറയും എന്റെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്ത് കളിക്കുന്നത് നിർത്ത്,
ആൻഡ് എന്റെ അടുത്ത് ഫിസ്റ്റ് ഫൈറ്റിന് വന്ന് പറയും ഇവൻ പഠിക്കൂല. ആൻഡ് ഇതിന് ശേഷം ഗോഡ് വീണ്ടും ഒന്ന് കൈയെടുത്തൊന്ന് വീശും. ആൻഡ് എയർ പ്രഷർ അത്രയും അധികമായിട്ട് ആ എയർ പ്രഷർ കൊണ്ടിടുന്നുണ്ടെങ്കിൽ ഗാറോ അപ്പൊ ചത്തുപോയനെ. പക്ഷെ ഗാറോ ആ അറ്റാക്ക് ഡോഡ്ജ് ചെയ്യും. ആൻഡ് ഇതിനു ശേഷം ചീറ്റാഗോളും ജമ്പ് ചെയ്തിട്ട് നേരെ ഗോഡിന്റെ അടുത്തോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഗോഡ് അവന്റെ കൈയെടുത്ത് നിലത്തോട്ട് അങ്ങോട്ട് അടിക്കും. നിലത്തോട്ട് അടിച്ചതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ മലകളും കല്ലുകളും എല്ലാം പൊട്ടിപ്പൊടിഞ്ഞ് ആകാശത്തോട്ട് ഉയരാൻ തുടങ്ങും. ആൻഡ് ആ ഫോഴ്സിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന എയറിലുണ്ടായിരുന്ന ഗാറോയും ചീറ്റാഗോളും മുകളിലോട്ട് പോകാൻ തുടങ്ങും. മൊത്തം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് തന്നെ ഡിഫ്ലക്ട് ചെയ്യും. താഴോട്ട് വരേണ്ട ഗാറോയും ചീറ്റാഗോളും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിനുശേഷം ഒരുപാട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സൈത്താമയെ നമുക്ക് കാണിക്കും. അതെ, ഇതിനുശേഷം നമുക്ക് സീൻ ചേഞ്ച് ചെയ്തിട്ട് സൈത്താമയെ നമുക്ക് കാണിക്കും. ആൻഡ് സൈത്താമ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? ഗോഡിനെ പറ്റിയിട്ട് ആയിരിക്കത്തില്ല, മറിച്ച് അവന്റെ സേവ് ചെയ്യാണ്ട് വിട്ടുവന്ന കൺസോളിനെ പറ്റിയിട്ടായിരിക്കും. അതെ, അവൻ കളിച്ചുകൊണ്ടിരുന്നില്ല ഗെയിം, ആ ഗെയിം സേവ് ചെയ്യാൻ മറന്നു ആലോചിച്ചിട്ട് ആകെ പേടിച്ചിരിക്കുകയായിരിക്കും കിങ്ങിന്റെ അടുത്ത് തോൽക്കുന്ന ആലോചിച്ചിട്ട്. പക്ഷെ അടുത്ത പാനലിനെ സൈത്താമ സീരിയസ് ആവും. ആൻഡ് സീരിയസ് ആയതിനു ശേഷം അവനിപ്പോ ഒരു മലയിൽ പോയി വീണില്ലേ, ആ മലയിൽ പോയി വീണ ആ ഭാഗം തന്നെ ഒരു ബേസ് പോലെ യൂസ് ചെയ്തിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ പോലെ ഗോഡിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് സൈത്താമ അങ്ങനെ വരുന്ന കണ്ട ഗോഡ് അവന്റെ അടുത്തൊരു അറ്റാക്ക് ചെയ്യും. പക്ഷെ ആ അറ്റാക്ക് ഈസി ആയിട്ട് സൈത്താമ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് നേരെ ഒരു പഞ്ച് ചെയ്യും ഗോഡിന്. ആ പഞ്ചിൽ ഗോഡ് നേരെ ആകാശത്തോട്ട്. ഈ പഞ്ചിന് അടുത്ത നിമിഷം തന്നെ സൈത്താമ നേരെ ഗോഡിന്റെ മുകളിലോട്ട് പോകും. ഗോഡിന്റെ മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരു കില്ലർ മൂവ് സീരിയസ് പഞ്ച് എടുക്കും. സൈത്താമ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന കണ്ട ഗോഡും അവന്റെ ലേസർ ബീം അറ്റാക്ക് ഇല്ല, ആ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കും. ആൻഡ് ഈ വരുന്ന ലേസർ ബീം അറ്റാക്കും അവിടുന്ന് വരുന്ന സീരിയസ് പഞ്ച് രണ്ടും കൂടി ഡിഫ്ലക്ട് ചെയ്യും. പക്ഷെ ലേസർ ബീം അറ്റാക്ക് നല്ലിഫൈ ആയി പോകും. സീരിയസ് പഞ്ച് ഗോഡിന്റെ മേത്ത് വീഴും. ആൻഡ് ഗോഡിന്റെ മേത്ത് വീഴതിനു ശേഷം ഞാൻ വിചാരിച്ചു ഈ മാങ്ക ഇവിടെ തന്നെ തീർന്നു. ആൻഡ് ഇനി ഗോഡിന്റെ ടീം എല്ലാം വരുന്നു. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല. സൈത്താമ ഇപ്പൊ കൊടുത്ത പഞ്ച് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പേസിൽ പോയി നോക്കിയാലും അവിടെ നിന്ന് ഇതിന്റെ റിഫ്ലക്ഷൻ കാണാം. പക്ഷെ ഗോഡ് ഈ പഞ്ച് കിട്ടിയിട്ടും ഗോഡ് അവിടെ നിന്ന് എണീക്കും. എണീറ്റ പാടനെ സൈത്താമയെ പിടിച്ചിട്ട് നിലത്തോട്ട് അടിക്കും. ഗോഡിന്റെ കൈ വെച്ചിട്ട് സൈത്താമയെ നിലത്ത് സ്മാഷ് ചെയ്ത് കളയും. ആൻഡ് ചീറ്റാഗാളിനെ കാണിക്കുന്നതിന് ശേഷം ചീറ്റാഗാൾ സൈത്താമയുടെ ആ പഞ്ചിൽ ഇംപ്രസ് ആയി ഉണ്ടാവും. പക്ഷെ അവനും ഇപ്പൊ ഇല്ലാണ്ടായെന്ന് ആലോചിച്ചിട്ട് ചീറ്റാഗാൾ പേടിച്ച് നിൽക്കായിരിക്കും. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൺ ഈ ഭൂമിയിലുണ്ട്. ആൻഡ് ആ ഹ്യൂമന്റെ അറ്റാക്ക് കിട്ടിയിട്ട് പോലും ഈ ആൾക്കൊന്നും പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് ചീറ്റാഗോളും ജനോസും ഗാറ ഇപ്പോഴും ബോധമില്ലാണ്ട് കിടക്കുകയാണ്. ഇവർ രണ്ടുപേരും ആലോചിച്ചോണ്ടിരിക്കും ഇനി എങ്ങനെ അവനെ കൊല്ലുന്ന ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് അവിടെ വീണ്ടും ഗോഡ് എഴുന്നേൽക്കും. ആൻഡ് ഗോഡ് എഴുന്നേറ്റിട്ട് പറയും സച്ച് എ പവർഫുൾ ലൈഫ് ഫോം ബട്ട് ഈവൻ ബ്ലാക്ക് ഹോൾ കനോട്ട് കിൽ എ ഗോഡ് എന്ന് പറയും. പക്ഷെ ഗോഡിനെ അറിയില്ല സൈത്താമ ബ്ലാക്ക് ഹോൾ വെച്ച് എന്താ ചെയ്യാറുള്ളതെന്ന്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതിന് ശേഷം സൈത്താമയും ഗോഡും തമ്മിലുള്ള സീരിയസ് ആയിട്ടുള്ള ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. ഇത്ര നേരം കളിച്ചിരിച്ചതൊന്നുമല്ല, ഇനി സീരിയസ് ആയിട്ട് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യും. മൊത്തം ഭൂമിയുടെ കാര്യമൊക്കെ എന്താവും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് താഴെ പറയാം. ഈ വീഡിയോക്ക് ഒരു 1K വ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത പാട്ട് പോസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്, ബൈ.